ഗൈസ് ഇന്നത്തെ വീഡിയോയിൽ ഡിറ്റക്റ്റീവ് റിഡിൽ ചാലഞ്ച്. സോ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ ഒരു വീഡിയോ ക്ലിപ്പ് പ്ലേ ചെയ്യും, അതിൽ സം ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. സോ അതായിരിക്കും നമ്മൾ കണ്ടുപിടിച്ച് ആൻസർ പറയേണ്ടത്. സോ ഇന്നത്തെ ചാലഞ്ചിൽ എന്തായാലും നമ്മൾ ടീമായിട്ട് തന്നെയാണ് മത്സരിക്കുന്നത്. സോ ഫസ്റ്റത്തെ ടീം നോക്കുകയാണെങ്കിൽ നമ്മുടെ കൊമ്പൻ ആൻഡ് ഡോഗ് ഗൈസ്. അപ്പോൾ രണ്ടാമത്തെ ടീം നോക്കുകയാണെങ്കിൽ റഷിക് ഡിബി ആൻഡ് ചാർലി ബിസിബി ഗൈസ്. അപ്പോൾ എന്തായാലും നമ്മുടെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് അടിക്കാത്തവർ ലൈക്ക് അടിക്കുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. റോഡ് ടു 1 മില്യൺ സബ്സ്ക്രൈബേഴ്സ് ആണ്. സോ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തേ കേട്ടോ, ബെല്ലൈക്കൺ അമർത്താൻ മറക്കരുത്. അപ്പോൾ ക്ലിയർ ആയിട്ട് പറയുകയാണെങ്കിൽ ഒരു വീഡിയോ പ്ലേ ചെയ്യും, അതിലൊരു ഡിറ്റക്റ്റീവ് ഒരു സ്റ്റോറി ഉണ്ടാവും, ഒരു സ്റ്റോറി ടെൽ ചെയ്ത് പോകുന്നുണ്ടാവും. അതിൽ ഇടയ്ക്ക് വെച്ച ഒരു ക്വസ്റ്റ്യൻ വരും, ഇന്നത് അങ്ങനെ ക്വസ്റ്റ്യൻസ് വരും. അപ്പൊ അതിന് ഉത്തരം പറയാം. അറിയുന്നവര് കൈ വെക്കുക, പറയാ. കൈ വെക്കുന്ന ആൾക്ക് ആദ്യം പറയാം. ആ സ്റ്റോറി ഇങ്ങനെ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കുക, എന്നിട്ട് ക്വസ്റ്റ്യൻ എവിടെയാണ് വരുന്നത് അതിനനുസരിച്ച് ആൻസർ. ഡിസ്കസ് ചെയ്യാനുള്ള സമയം കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ സോ റെഡി അല്ലേ? ഓക്കെ അല്ലേ? സ്റ്റാർട്ട് ചെയ്യാം. ലെറ്റ്സ് ഗോ ഗൈസ്. അപ്പോൾ എന്തായാലും ഈ ഒരു ചാലഞ്ചിൽ റൗണ്ട് വൈസ് ആയിട്ടാണ് നടക്കുന്നത്. സോ അപ്പോൾ എന്തായാലും നമുക്ക് ഫസ്റ്റത്തെ റൗണ്ടിൽ എന്ത് സ്റ്റോറിയാണ് വരുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ സോ ഗൈസ്, അപ്പോൾ ലെറ്റ്സ് പ്ലേ ദ ക്ലിപ്പ്. മെഹുൽ തന്റെ കാറിൽ റോഡിലൂടെ പോവുകയായിരുന്നു. അപ്പോൾ അവൻ വഴിയുടെ മറുവശത്ത് കുറെ ആളുകൾ കൂടി നിൽക്കുന്നത് കാണുന്നു. മെഹുൽ തന്റെ വണ്ടി നിർത്തി അവിടെ എത്തിച്ചേരുന്നു. അവിടെ ഒരാൾക്ക് ആക്സിഡന്റ് സംഭവിച്ചിരിക്കുന്നു. ആ മനുഷ്യന്റെ ശരീരത്തിൽ നിന്നും ഒത്തിരി രക്തം പോകുന്നുണ്ടായിരുന്നു. അയാളുടെ മരണം സംഭവിച്ചിരിക്കുന്നു. മെഹുൽ അവിടെ നിന്ന് ആളുകളോട് ചോദ്യം ചെയ്യുന്നു. സർ, ഒരു ട്രക്കുകാരൻ ഇടിച്ചിട്ടു, എന്നിട്ട് ട്രക്കുമായി കടന്നു കളഞ്ഞു. പക്ഷേ മെഹുലിന് പെട്ടെന്ന് തന്നെ മനസ്സിലായി അയാൾ കള്ളം പറയുകയാണെന്ന്. മെഹുലിന് അങ്ങനെ തോന്നുവാൻ കാരണം എന്തായിരിക്കും? ചിന്തിക്കൂ. ഉത്തരം പറയട്ടെ. അല്ല, ചോദ്യം മരിക്കാനുള്ള കാരണല്ലേ? ഒറ്റ ചോദ്യമല്ലോ. മരിക്കാനുള്ള കാരണം എന്തോ മാന്തി പറിച്ചതാ. അതല്ല അതല്ല അല്ലേ? ഞാൻ പറയട്ടെ, അത് ട്രക്ക് പോവാന്നുള്ളൊരു മാർക്ക് ഉണ്ട് ഇതിന്റെ അകത്ത്. എന്നിട്ട് ആ ട്രക്ക് പോവാത്ത വഴി കൂടിയാണ് ട്രക്ക് പോയി ഇടിച്ചിട്ടെന്ന് പറയുന്നത്. ഓക്കെ, ഞാൻ പറഞ്ഞത് എന്താ വെച്ചാൽ എന്തോ മാന്തി പറിച്ചിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ ഡ്രസ്സിൽ ഇങ്ങനെ എന്തോ മാന്തി പാടുണ്ട്. ശ്രദ്ധിച്ചു നോക്കൂ. എവിടെയാണോ ബോഡി കിടക്കുന്നത് ആ റോഡ് ശരിക്കും വീതി കുറഞ്ഞതാണ്. ഇത്രയും ചെറിയ റോഡിൽ കൂടി ട്രക്കിന് വരുവാൻ കൂടി സാധിക്കില്ല. പിന്നെ എങ്ങനെയാണ് ട്രക്ക് ഇടിക്കുക? മെഹുൽ പെട്ടെന്ന് തന്നെ അയാളെ പിടികൂടുന്നു. സത്യം എന്താണെന്നുള്ളത് പറഞ്ഞോ? മെഹുലിന്റെ ഉച്ചത്തിലുള്ള സംസാരം കേട്ടപ്പോൾ ആ മനുഷ്യൻ പേടിക്കുന്നു. സർ, ബൈക്കിൽ 2 പേർ വന്നതായിരുന്നു. അവർ അയാളെ ശക്തിയായി ഇടിക്കുന്നു. ഇയാൾ സൈഡിലുണ്ടായിരുന്ന പോസ്റ്റിലിടിച്ചു. അങ്ങനെ അയാളുടെ മരണം സംഭവിച്ചത്. പിന്നീട് അവർ ഇയാളെ ചെക്ക് ചെയ്യുന്നു. മരിച്ചു എന്നറിഞ്ഞപ്പോൾ പരസ്പരം കൈ കൊടുക്കുന്നു. ഇവിടെ നിന്ന് രക്ഷപ്പെടുന്നു. ഞാൻ ശരിക്കും പേടിച്ചു പോയി സർ. അതുകൊണ്ട് ഞാൻ കള്ളം പറഞ്ഞത്. നിങ്ങൾ അവരുടെ മുഖം ഉറപ്പായും കണ്ടിരിക്കും. ഇല്ല സർ, അവരുടെ മുഖം മറച്ചിരുന്നു. മെഹുൽ ആ ഡെഡ് ബോഡി നന്നായി പരിശോധിക്കുന്നു. കുറച്ച് പൈസയും ഡോക്യുമെന്റ്സും കിട്ടുന്നു. ഇയാളുടെ പേര് നകുൽ എന്നാണ്. ഇയാൾ ഒരു വൈദ്യുതിയുടെ കമ്പനിയിലാണ് ജോലി ചെയ്യുന്നത്. അപ്പോഴേക്കും അവിടെ ആംബുലൻസും വരുന്നു. ബോഡിയെ ആംബുലൻസിൽ കയറ്റി ഡോക്ടർ സഞ്ജനയുടെ ലാബിലേക്ക് പറഞ്ഞുവിടുന്നു. മെഹുലും അവിടെ നിന്നും ഡോക്ടർ സഞ്ജനയുടെ ലാബിലേക്ക് പുറപ്പെടുന്നു. ഡോക്ടർ സഞ്ജനയുടെ ലാബിലേക്ക് പോകുന്നതിന് 3 വഴികളാണുള്ളത്. ആദ്യത്തെ വഴി പോലീസ് സ്റ്റേഷന്റെ അടുത്ത് കൂടിയാണ്. പക്ഷേ പോലീസ് സ്റ്റേഷനിൽ പുതിയ ഇൻസ്പെക്ടർ വന്നിട്ടുണ്ട്. കൂടാതെ അയാൾ എപ്പോഴും ചെക്ക് ചെയ്യാറുണ്ട്. റോഡിൽ ബാരിക്കേഡും വെച്ചിട്ടുണ്ട്. ഒരുപക്ഷെ അയാൾക്ക് മെഹുലിനെ അറിയില്ലായിരിക്കാം. രണ്ടാമത്തെ വഴി ഒരു ഷോർട്ട് കട്ടാണ്. പക്ഷേ അവിടെ കൺസ്ട്രക്ഷൻ വർക്ക് നടക്കുകയാണ്. മൂന്നാമത്തെ വഴി കാട്ടിൽ കൂടിയുള്ളതാണ്. പക്ഷേ കാട്ടിൽ ഈ സമയത്ത് ഒരു ആന മലമിളകി അലഞ്ഞു നടപ്പുണ്ട്. ലോജിക്കൽ ആർമി, ഈ 3 വഴിയിൽ ഏതാകും മെഹുൽ തിരഞ്ഞെടുക്കുക? ചിന്തിക്കൂ. ഏത് വഴിയാണ് തിരഞ്ഞെടുത്തുണ്ടാവുന്നോ? ഓപ്ഷൻ കൈവക്കി പറയണം. ഓപ്ഷൻ നമ്മൾ ആദ്യം കൈവക്കി. ഓപ്ഷൻ എ. ഇതിന് ഞാനും പറഞ്ഞ ഇതില് പോലീസ് സ്റ്റേഷൻ ഉള്ളതുകൊണ്ട് പോലീസ് സ്റ്റേഷന്റെ അടുത്തോടെ കള്ളന്മാര് പോകാൻ ചാൻസ് തീരെ ഇല്ലാത്തതുകൊണ്ടാണ് അതില് പോയത്. അപ്പൊ അതുകൊണ്ടാണ് അതില് ചൂസ് ചെയ്തത്. കള്ളന്മാരല്ലോ. അതല്ലടാ, കള്ളന്മാര് പോയത് ശരിയാണല്ലോ. ആര് പോയ വഴി ചോദിച്ചേ? നകുല് പോയ വഴിയല്ലേ ചോദിച്ചത്? ആംബുലൻസ് പോയ വഴിയല്ലേ ചോദിച്ചേ? ഒന്നുകൂടെ ബാക്ക് അടിച്ചു. എന്റെ ഉത്തരം ബി ആണ് ഉത്തരം. സോ റീസൺ എന്താ വെച്ചാല് കൺസ്ട്രക്ഷൻ നടക്കുന്നുണ്ട്, പക്ഷെ ഒരു സൈഡിലാണ്, ഒരു സൈഡിൽ കൂടെ വണ്ടി പോകുന്നുണ്ട്. അപ്പൊ ഉത്തരം ബി ആണെന്നാണ് എന്റെ ഒരു വിശ്വാസം. ലെറ്റ്സ് പ്ലേ ദ വീഡിയോ. അവര് എ ആണ് പറഞ്ഞത്, നമ്മള് ബി ആണ് പറഞ്ഞത്. ആദ്യത്തെ വഴി തിരഞ്ഞെടുക്കില്ല. എന്നാൽ പോലീസ് സ്റ്റേഷനിൽ അവൻ തന്നെ അയ്യേന്ന് പറഞ്ഞു. എത്ര പറഞ്ഞിട്ട് ഡെഡ് ബോഡി കിട്ടുകയാണെങ്കിൽ ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കും. അങ്ങനെ കുറെ സമയം നഷ്ടമാവുകയും ചെയ്യും. കാട്ടിൽ കൂടിയുള്ള വഴിയിൽ ആന മലമിളകി അലഞ്ഞു നടപ്പുണ്ട്. അതിന്റെ മുന്നിലെങ്ങാനും പെട്ടാൽ മെഹുലിന്റെ വണ്ടിയോടെ എടുത്ത് ദൂരെ അറിയുവാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് മെഹുൽ രണ്ടാമത്തെ വഴിയിൽ കൂടി പോകും.
നോക്കൂ, വരുന്ന വഴിയിലാണ് പണി നടക്കുന്നത്. കണ്ടാ? എന്നാൽ പോകുന്ന വഴി നല്ലതാണ്, ആളുകൾ ആ വഴി പോകുന്നുണ്ട്. കറക്റ്റ് ആൻസർ ആയിരുന്നു നമ്മൾ. വഴിയിലൂടെ ആൻസർ തെറ്റാ. ഡോക്ടർ സഞ്ജനയുടെ ലാബില് നടുവിന്റെ ബോഡിയിൽ 10-12 സ്ഥലങ്ങളിൽ കത്തി കൊണ്ടുള്ള മുറിപ്പാടുണ്ട്. പക്ഷേ ഒരു മുറിവും വലിയ ആഴത്തിലുള്ളതല്ല. ഇതിന്റെ അർത്ഥം ആരെങ്കിലും ദൂരെ നിന്നും കത്തി എറിഞ്ഞിട്ടുണ്ടാകും. മെഹുലിന് ഡോക്ടർ സഞ്ജനയുടെ വാക്കുകളിൽ വിശ്വാസം തോന്നുന്നില്ലായിരുന്നു. അവന് ഡൗട്ട് ഉണ്ടാകും. എന്താ നിങ്ങൾക്ക് പറയുവാൻ സാധിക്കുമോ മെഹുലിന് ഏത് കാര്യത്തിലാണ് ഡൗട്ട് ഉണ്ടായതെന്ന്? പാടുകൾ ഉണ്ടെന്നല്ലേ പറഞ്ഞ, കുറെ മുറിപ്പാടുകൾ ഉണ്ടെന്ന്. അപ്പൊ കത്തി എറിഞ്ഞിട്ടുണ്ടെങ്കിൽ കുത്തി കയറി ഇരിക്കത്തുള്ളൂ, കുത്തി കയറിയിട്ടുണ്ടെങ്കിൽ ആഴത്തിലുള്ള മുറിവുണ്ടാവും. ഇത് കത്തി എറിഞ്ഞേക്കുന്നല്ല. അപ്പൊ പുള്ളിക്കാരത്തി പറഞ്ഞായിരുന്നു ആഴത്തിലുള്ള മുറിവൊന്നുമില്ല. അപ്പോ കത്തി കൊണ്ട് ആഴത്തിലുള്ള മുറിവും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ ജസ്റ്റ് ബ്ലീഡ് ആവാനുള്ള സെറ്റപ്പേ ഉള്ളൂ. പിന്നെ തലക്ക് ഇവിടെ ഒരു പാടുമുണ്ട്. അപ്പോൾ അത് കത്തി കൊണ്ടുള്ള മരണമാണെന്നുള്ള സെറ്റപ്പ് പറയാൻ പറ്റത്തില്ല. അതായിരിക്കാം. അതെ, തലയിലെ പാട്. ഉത്തരം എന്താന്ന് ഇപ്പോൾ നോക്കാം. മുറിവ് കണ്ടിട്ട് തോന്നുന്നത് മരണം കത്തി കൊണ്ടുണ്ടായതല്ല എന്നാണ്. പോസ്റ്റിൽ ഇടിച്ചത് കൊണ്ടാണ് മരണം സംഭവിച്ചത്. മരിക്കാൻ കാരണം തന്നെ തലയിലെ മുറിവ് ആഴത്തിലുള്ള കൊണ്ടാണ്. ഇൻട്രസ്റ്റിംഗ്, വെരി വെരി ഇൻട്രസ്റ്റിംഗ്. തലയിലെ പാട് മുറിയെന്ന് പറഞ്ഞില്ല, പിന്നെന്ത്? അതായത് ഡോക്ടർ പറഞ്ഞ കത്തി കൊണ്ടുകൊണ്ടിട്ടാണ് ചത്തത്. പക്ഷെ അത് ഇവന് ഡൗട്ട് ഉണ്ട്, ആഴത്തിലുള്ള മുറിവില്ല, പോറിയതുള്ളൂ. അതാണ് നിങ്ങൾ പറഞ്ഞ ഉത്തരം. നമ്മള് പറഞ്ഞ എന്താ, ആഴത്തിലുള്ള കത്തി കൊണ്ട് എറിഞ്ഞാണ് ചത്തതെന്നുണ്ടെങ്കിൽ ആഴത്തിൽ മുറിവ് വരും. അതുകൊണ്ട് ഇത് കത്തി കൊണ്ട് എറിഞ്ഞാല്ലാന്നാ പറഞ്ഞത്. അത് തന്നെയാണ് അതില് വീഡിയോയില് പറയുന്നത്. ചോദ്യത്തിന് ഉത്തരം നിങ്ങൾ പറഞ്ഞില്ല. ഉത്തരം നിങ്ങൾ പറഞ്ഞിട്ടില്ല. മനസ്സിലായില്ലേ? ഇപ്പൊ കൊമല് കിളിയോ? ആരോ നകുലിനെ കൊന്നു. നകുലിനെ കൊല്ലുവാൻ ശ്രമിച്ച ആളുടെ കൈ ഒരുപക്ഷെ പാരലൈസ്ഡ് ആയിരിക്കാം. സർ, ഞങ്ങളുടെ കമ്പനിയിൽ അങ്ങനെ 3 ആളുകളുണ്ട്. രമൺ, വികാസ്, പിന്നെ ഒരു സുരേഷ്. നകുൽ 3 പേരെയും ചോദ്യം ചെയ്യും. അപ്പോൾ രമൺ പറയുന്നു, സർ, ഇന്നത്തെ ദിവസം മുഴുവനും കയർ ഉപയോഗിച്ച് മലയിൽ ഹിൽ ക്ലൈംബിംഗ് ചെയ്യുകയായിരുന്നു ഞാൻ. അങ്ങേക്ക് വേണമെങ്കിൽ എന്റെ കൂട്ടുകാരനോട് ചോദിക്കാം. സർ, ഞാൻ 2 ദിവസമായി അവധിയിലായിരുന്നു. അന്നേരം അത്രയും ഞാൻ ഫുട്ബോൾ കളിക്കുകയായിരുന്നു. നകുൽ എന്റെ ഒരു നല്ല കൂട്ടുകാരനായിരുന്നു. എനിക്ക് എങ്ങനെ കൊല്ലാൻ സാധിക്കും സർ? അല്ലെങ്കിൽ തന്നെ ഞാൻ ഇന്ന് രാവിലെ മുതൽ കമ്പനിയിൽ ജോലി ചെയ്യുകയായിരുന്നു. മെഹുലിന് പെട്ടെന്ന് മനസ്സിലായി ആരാണ് കള്ളം പറയുന്നത്. എന്താ നിങ്ങൾക്ക് മനസ്സിലായ ലോജിക്കലി അമ്മി? ഹിൽ ക്ലൈംബ് ചെയ്യുന്ന ആള് ഒരു കൈ പാരലൈസ് ആകുമ്പോഴത്തേക്ക് എങ്ങനെയാണ് ഹിൽ ക്ലൈംബ് ചെയ്യാൻ പറ്റുക? ഞങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ട്. 3 ആളെയും കൺഫ്യൂഷൻ ഉണ്ട്, അതുകൊണ്ട് പറയാൻ പറ്റില്ലല്ലോ. ആദ്യം കാണിച്ചോണ് ഹിൽ ക്ലൈംബ് ചെയ്തവനാണ് ഗസ്. അവരും അത് തന്നെയാണ് പറഞ്ഞത്. രമൺ കള്ളം പറയുകയാണ്, കാരണം അവന്റെ ഒരു കൈ പാരലൈസ്ഡ് ആണ്. അപ്പോൾ അവനെ എങ്ങനെ ഹിൽ ക്ലൈംബിംഗ് ചെയ്യുവാൻ സാധിക്കും? ഇതൊക്കെ സിമ്പിൾ തോട്ടല്ലേ. എന്നിട്ട് ചോദ്യം ചെയ്യുന്നു. അപ്പോൾ അവൻ പറയുന്നു, 2 വർഷങ്ങൾക്ക് മുമ്പ് ഈ നകുൽ കാരണം എന്റെ കൈയിൽ കറണ്ടടിച്ചു. അത് കാരണം എന്റെ കൈ പാരലൈസ്ഡ് ആയിപ്പോയി. അതിന്റെ പ്രതികാരം ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ അവനെ കൊല്ലുവാൻ പോയത്. കുറെ വട്ടം കുത്തി. അപ്പോൾ അവിടെ ഒരാൾ വന്നു. അയാൾ എന്നെയും നകുലിനെയും കൊല്ലുവാൻ നോക്കി. എന്നിട്ട് അയാൾ നകുലിനെ ശക്തിയായി തള്ളി. അത് കാരണം അവനൊരു പോസ്റ്റിൽ പോയി ഇടിച്ചു. അങ്ങനെ അവന്റെ മരണവും സംഭവിച്ചു. പിന്നെ സർ, അവൻ അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടു. ഞാനും പെട്ടെന്ന് എന്റെ കൂട്ടുകാരന്റെ ബൈക്കിൽ കയറി രക്ഷപ്പെട്ടു. ഡോക്ടർ സഞ്ജനയുടെ റിപ്പോർട്ട് പ്രകാരം കത്തി കൊണ്ടുള്ള മുറിവ് നോർമൽ ആയിരുന്നു. അത് കാരണം രമൺ പറഞ്ഞത് സത്യമായി തോന്നി. എന്നാൽ മെഹുൽ ക്രൈം സ്ട്രീറ്റിൽ കണ്ട ആള് പറഞ്ഞത് ബൈക്കിൽ 2 പേർ വന്ന് അവർ തള്ളി. അതായത് അവിടെ വെച്ച് കണ്ടു. ഈ മനുഷ്യൻ പറഞ്ഞ സ്റ്റോറിയുമായി മാച്ച് ആകുന്നില്ല. നിങ്ങൾ അയാളുടെ മുഖം ഉറപ്പായി കണ്ടിരിക്കുമല്ലോ. അതെ സർ, എനിക്ക് അയാളുടെ മുഖം നല്ലതുപോലെ ഓർമ്മയുണ്ട്. ഇൻട്രസ്റ്റിംഗ്, വെരി വെരി ഇൻട്രസ്റ്റിംഗ്. ഇത് അതേ ആളാണ്. ഈ ആളാണ് അന്ന് വഴിയിൽ വെച്ച് എന്നോട് ആദ്യമായി സംസാരിച്ചത്. മെഹുൽ രമണിനെ പോലീസിൽ ഏൽപ്പിക്കുന്നു. എന്തെന്ന് വെച്ചാൽ അവനും നകുലിനെ കൊല്ലുവാൻ ശ്രമിച്ചതാണ്. കുറച്ചു കഴിഞ്ഞപ്പോൾ മെഹുലിന് ഒരു കോൾ വരുന്നു. കോൾ ചെയ്ത ആൾ പറയുന്നു അയാൾ ഇപ്പോൾ ആ ക്രിമിനലിന്റെ ഒരു ചായക്കടയിൽ ഇരുന്ന് ചായ കുടിക്കുന്നതായി കണ്ടുവെന്ന്. മെഹുൽ പറഞ്ഞ ചായക്കടയിലേക്ക് എത്തുന്നു. അവിടെ 3 പേർ ചായ കുടിക്കുന്നു. പക്ഷേ അവരുടെ മുഖം കാണുവാൻ സാധിക്കുന്നില്ലായിരുന്നു. ബാക്ക് സൈഡ് മാത്രമേ കാണുവാൻ പറ്റിയിരുന്നുള്ളൂ. എന്നാൽ മെഹുലിന് മനസ്സിലാകുന്നു അതിൽ ആരാകും ക്രിമിനൽ എന്ന്. നിങ്ങൾക്ക് ആലോചിച്ച് പറയുവാൻ സാധിക്കുമോ ആരാണ് ഇവിടെ ക്രിമിനൽ എന്ന്? നമ്മൾ നോക്കിയേ ഉത്തരം 3. റീസൺ ആ യെല്ലോ ടീഷർട്ട് ആണ്. അതാണ് റീസൺ. ഫേസ് ഭയങ്കരമായിട്ട് കവർ ചെയ്യുന്നു. ശ്രദ്ധിച്ചു നോക്കൂ. 3-ാമത്തെ ആള് കമ്പിളി പുതച്ച് പറയാൻ പറ്റില്ല. നോക്കൂ, അടുത്തുള്ള 2 പേരും ആ ടീഷർട്ടാണ് ഇട്ടിരിക്കുന്നത്. ഇതിന്റെ അർത്ഥം തണുപ്പ് കാലമല്ല എന്നാണ്. പിന്നെ ഈ മനുഷ്യൻ എന്തിനാണ് കമ്പിളി പുതച്ചത്? അങ്ങനെയൊക്കെ ഉണ്ടോ? കാരണം അതുകൊണ്ട് തന്നെ മെഹുൽ അവരിൽ സംശയം തോന്നുന്നു. അതുകൊണ്ട് തന്നെ മെഹുൽ അവനെ സാവധാനം പിടികൂടുന്നു. മെഹുൽ അവന്റെ കമ്പിളി മാറ്റി അവന്റെ മുഖത്ത് ശക്തിയായി ഒരടി കൊടുത്തു. എന്തിനാണ് നകുലിനെ കൊന്നത്? സർ, 6 മാസം മുമ്പ് റോഡ് ആക്സിഡന്റിൽ നകുൽ കാരണം എന്റെ കൂട്ടുകാരന് മരണം സംഭവിച്ചു. എന്തോന്നു റിവെഞ്ചാ?
ഞാൻ അവനെ കൊന്നത്. Is on detective level rounds. ഓക്കെ ഫസ്റ്റത്തെ റൗണ്ട് നമ്മളങ്ങ് എടുത്തു. അടുത്ത റൗണ്ട് പിടിക്കണം നമ്മള്. ഓക്കെ ഗൈസ്, അപ്പോൾ എന്തായാലും നമ്മൾ ഫസ്റ്റത്തെ റൗണ്ട് എടുത്ത സ്ഥിതിക്ക് ഗൈസ് നമ്മൾ രണ്ടാമത്തെ റൗണ്ടിലേക്ക് പോവാം. വീട്ടിനുള്ളിൽ ഒരു വലിയ പ്രോപ്പർട്ടി ഡീലറുടെ മരണം നടക്കും. ഡീലറുടെ കൈവശം വളരെയധികം ബ്ലാക്ക് മണി ഉണ്ടായിരുന്നു. കേസ് അന്വേഷിക്കുവാൻ വേണ്ടി ഡിറ്റക്ടീവ് മെഹുലിനെ വിളിച്ചു വരുന്നു. മെഹുൽ ബോഡി വളരെ സൂക്ഷ്മമായി ഒബ്സർവ് ചെയ്യുന്നു. അപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലാകുന്നു അയാളുടേത് ഒരു മർഡർ ആണ്. മെഹുലിന് എങ്ങനെയാണത് മനസ്സിലായത്? ചിന്തിക്കും. പറഞ്ഞു നമ്മളൊരു മർഡർ ആണെന്ന് പറയാൻ കാരണം അവന്റെ കഴുത്തിൽ കണ്ടിച്ചിട്ടാണ് മരിച്ചേക്കുന്നത്. ത്രോട്ട് കട്ട് ചെയ്തിട്ടാണ് മരിച്ചേക്കുന്നത്. അത് തന്നെ ആയിരിക്കും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാങ് ചെയ്തിട്ട് ഒരിക്കലും ഒരാള് അടുത്ത കൺസെപ്റ്റിലേക്ക് പോകത്തില്ല. ഞാൻ വേറൊരു കാരണം പറഞ്ഞുതരാം. തൂങ്ങിച്ചാൻ വേണ്ടി കിട്ടിയ സാധനമല്ല അത്. അത് അങ്ങനെ തന്നെ ഇരിക്കുന്നത്, അത് ടൈറ്റ് ആക്കിയിട്ടില്ല. കാണുമ്പോൾ തോന്നുന്നത് ചങ്ങലയിൽ കുടുങ്ങിയതാവാം അയാളുടെ മരണത്തിന് കാരണമെന്ന്. പക്ഷേ ചങ്ങലയുടെ അടയാളം കഴുത്തിൽ ഇങ്ങനെ പ്ലെയിൻ ആകില്ല. ചങ്ങലയുടെ കട്ടിയുള്ള മാർക്സും ഡിസൈനും കഴുത്തിലൂടെ രണ്ടാളും തെറ്റാ, രണ്ടും തെറ്റാ. മുറുക്കിയിരിക്കും. ശേഷം ചങ്ങലയിൽ കെട്ടിത്തൂക്കിയതാവും. വീട്ടിലെ 3 വേലക്കാരെയും വിളിച്ച് ചോദ്യം ചെയ്യും. ആദ്യത്തെ ജോലിക്കാരൻ പറയുന്നു, 2 ദിവസമായി വീട്ടിൽ കറണ്ട് ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഞാൻ എന്റെ മൊബൈൽ ചാർജ് ചെയ്യുന്നതിനായി അടുത്ത വീട്ടിൽ പോയിരുന്നു. രണ്ടാമത്തെ ജോലിക്കാരൻ പറയുന്നു, സർ ഞാൻ മുകളിൽ ഉറങ്ങുകയായിരുന്നു, എനിക്കൊന്നും അറിയില്ല. മൂന്നാമത്തെ ആൾ പറയുന്നു, സർ ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് ഐസ്ക്രീം പുറത്തെടുത്ത് അത് കഴിച്ചുകൊണ്ട് പുറത്ത് ഗാർഡനിൽ നടക്കാൻ പോയിരുന്നു. ഞാൻ തിരിച്ചു വരുമ്പോൾ ചോദ്യം ചോദിക്കുന്നതിന് മുന്നേ കൈ പൊക്കുന്നത് എന്തുവാടാ ചോദ്യം ചോദിച്ചു ആദ്യമേ. നിങ്ങൾക്ക് പറയാമോ ഇതിൽ ഏത് ജോലിക്കാരനാണ് കള്ളം പറയുന്നത്? മൂന്നാമത്തെ ആള്. ഓക്കെ, സോ ഞാൻ പറയുന്നത് ആദ്യത്തെ ആള്, നമ്പർ 1. ഓക്കെ, സോ റീസൺ പറഞ്ഞോ. റീസൺ പറഞ്ഞത് അവിടെ കറണ്ട് ഇല്ലായിരുന്നു. കറണ്ട് ഇല്ലാത്ത ഫ്രിഡ്ജില് മറ്റേ എന്താ ഫ്രിഡ്ജ് ഐസ്ക്രീമാ, ഐസ്ക്രീം എടുത്ത് കഴിക്കാൻ പോയെന്ന് പറയുന്നത്. ഫ്രിഡ്ജിൽ ഐസ്ക്രീം കഴിക്കാൻ മറ്റാളും നോൺ പറയാൻ ചാൻസ് ഉണ്ട്. എന്നാ പിന്നെ ഫോൺ ചാർജ് ചെയ്യാൻ ഓക്കെ, എന്റെ റീസൺ എന്താ വെച്ചാൽ ഒന്നാമത്തെ ആളുടെ ചെവി ചോന്ന കളറായിട്ടുണ്ട്. സോ മേ ബി കഴുത്തിറക്കുന്ന സമയത്ത് രക്ഷപ്പെടാൻ വേണ്ടി ചെവിയിലൊക്കെ പിടിച്ചതായിരിക്കാം. മേ ബി ഐ തിങ്ക് നമുക്ക് ഉത്തരം നോക്കാം. പ്ലേ ചെയ്യും. വീട്ടിൽ 2 ദിവസമായി കറണ്ട് ഉണ്ടായിരുന്നില്ല. പക്ഷേ മൂന്നാമത്തെ ജോലിക്കാരൻ പറയുന്നത് അയാൾ ഫ്രിഡ്ജിൽ വെച്ചിരുന്ന ഐസ്ക്രീം കഴിച്ചുകൊണ്ട് നടക്കാൻ പോയി എന്നാണ്. 2 ദിവസമായി കറണ്ട് ഇല്ലായിരുന്നുവെങ്കിൽ പിന്നെ ഐസ്ക്രീം മുഴുവൻ കേടാകുമായിരുന്നു. അതിനർത്ഥം ആദ്യത്തെ ആൾ കള്ളം പറയുകയാണ്. അല്ലെങ്കിൽ രണ്ടാമത്തെ ജോലിക്കാരനോട് കൺഫർമേഷൻ ചോദിക്കുന്നു. അയാൾ പറയുന്നു സത്യമായും 2 ദിവസമായി കറണ്ട് ഉണ്ടായിരുന്നില്ല എന്ന്. മൂന്നാമത്തെ ജോലിക്കാരനെ പിടിച്ച് നല്ലൊരു അടി കൊടുക്കുന്നു. പിടിച്ചോ അടുത്തതാണ്. അപ്പൊ എന്തായാലും ഇവിടെ ടോട്ടലി 2 റൗണ്ട് കേന്ദ്രീ ഗൈസ്. അപ്പൊ സ്കോർ നോക്കുകയാണെങ്കിൽ 1-1. ഓക്കെ, അപ്പൊ അതിന് മൂന്നാമത്തെ റൗണ്ടിലേക്ക് പോവാണ് ഗൈസ്. തലച്ചോറൊക്കെ ഒരുമാതിരി ആയി നിൽക്കുവാണ്. ഒരു ദിവസം മിസ്റ്റർ രാം ഡിറ്റക്ടീവ് മെഹുലിനെ ഫോൺ ചെയ്ത് ഇങ്ങനെ പറഞ്ഞു. അതായത് അദ്ദേഹത്തിന്റെ മകളായ സന പ്രഗ്നന്റ് ആണ്. അവൾ ഇന്ന് രാവിലെ കിഡ്നാപ്പ് ചെയ്യപ്പെട്ടു. പക്ഷേ ഇപ്പോൾ അവൾ തിരികെ എത്തി. ഇന്ന് രാവിലെ എനിക്ക് കിഡ്നാപ്പേഴ്സിന്റെ ഒരു ഫോൺ വന്നിരുന്നു. എനിക്ക് സംശയം തോന്നി. അപ്പോൾ അവർ എനിക്ക് കുറച്ച് ചിത്രങ്ങൾ അയച്ചു തന്നു. ഞാൻ ആ ചിത്രങ്ങൾ കണ്ട് വല്ലാതെ ഭയപ്പെട്ടു. ഞാൻ അവർ ആവശ്യപ്പെട്ട തുക അവർ പറഞ്ഞ സ്ഥലത്തു തന്നെ നിക്ഷേപിച്ചു. വീട്ടിൽ തിരികെ എത്തിയപ്പോൾ എന്റെ മകൾ അവിടെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അവൾ സുരക്ഷിതയാണ്. അങ്ങനെയാണ് ഞാൻ നിങ്ങളെ വിളിച്ചത്. ഡിറ്റക്ടീവ് മെഹുൽ അല്പനേരം ആലോചിച്ചു. അങ്ങനെ അദ്ദേഹം കണ്ടെത്തി ഇതൊരു ഫേക്ക് കിഡ്നാപ്പ് ആണെന്ന്. എങ്ങനെയാണ് അദ്ദേഹം അത് കണ്ടെത്തിയത്? പിക്ചറിലുള്ള വയറ് ചെറിയ വയറാ, ഇതിനകത്തുള്ള വയറ് വീർത്തിരിക്കുന്നേ. കണ്ടോളൂ. റൈറ്റ് ആൻസർ ഗൈസ്. അപ്പോൾ എന്തായാലും കുറച്ച് സ്റ്റോറീസും കുറച്ച് റൗണ്ട്സും കാര്യങ്ങളും കഴിഞ്ഞ സ്ഥിതിക്ക് ഗൈസ് ഇവിടെ ടോട്ടൽ പോയിന്റ്സ് നോക്കുകയാണെങ്കിൽ ഇവിടെ കൊമനും ഡോമിന് 4 പോയിന്റ് ആണ്. ആൻഡ് എനിക്കും ചാർലിക്കും ഗൈസ് 6 പോയിന്റ് ആണ് ഗൈസ് നിലവിലുള്ളത്. ഓക്കെ, അപ്പൊ ഇനി വേറെ സ്റ്റോറികൾ കലർന്നൊക്കെ വരും. അപ്പൊ നമുക്ക് നോക്കാം. ഓരോ ചോദ്യത്തിനും ഓരോ പോയിന്റ്സ് ആയിരിക്കും ഉണ്ടായിരിക്കുക. ഓക്കെ ഫൈൻ. റോഹൻ ടൂറിനായി ലണ്ടനിൽ പോയി. അവൻ ലണ്ടനിൽ ഒരുപാട് പേരെ കണ്ടുമുട്ടി. ഒരുപാട് പേരുമായി സൗഹൃദത്തിലായി. എല്ലാവരോടും അവൻ ഒരു ചോദ്യം ചോദിച്ചു. ആ ചോദ്യം 10 ദിവസത്തെ ട്രിപ്പിൽ റോഹൻ ഒരുപാട് പേരോട് ചോദിച്ചു. എന്നാൽ എല്ലാവരും വ്യത്യസ്തമായ ഉത്തരം നൽകി. എന്നാൽ എന്തായിരുന്നു ആ ചോദ്യം? പറയട്ടെ, അവരവരുടെ പേരായിരിക്കും ചോദിച്ചിട്ടുണ്ടാവുക. പേര് സമയമായിരിക്കും ചോദിച്ചത്. ശരിയായിരിക്കും ചിലപ്പോ. പല സമയത്തൊന്നല്ലേ പറഞ്ഞേ. റോഹൻ എല്ലാവരോടും ചോദിച്ചത് സമയം എത്രയായി? സിനിമ കാണാനായി മൾട്ടിപ്ലക്സിൽ പോയി. അവിടെ വാഷ്റൂമിൽ വെച്ച് അവൾ കൊല്ലപ്പെട്ടു. അവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹം ഉടൻ ക്രൈം സീനിൽ എത്തിച്ചേർന്നു. അദ്ദേഹം മൾട്ടിപ്ലക്സിലെ CCTV ഫുട്ടേജസ് നോക്കി. അങ്ങനെ മനസ്സിലായി സന അവിടെ 3 പേരെ കണ്ടുമുട്ടിയെന്ന്. അദ്ദേഹം ഉടൻ തന്നെ ആ 3 പേരെയും ചോദ്യം ചെയ്തു. ഞാൻ സനയുടെ കോളേജ് ഫ്രണ്ടാണ്. ഒരുപാട് നാളിന് ശേഷമാണ് അവളെ കണ്ടത്. രണ്ടാമതായി സായി പറഞ്ഞു, സർ എനിക്ക് അവളെ അറിയില്ല. മൂവി സ്ക്രീൻ എവിടെയാണ് എന്ന് എനിക്ക് അറിയില്ലായിരുന്നു. അവൾ എന്നെ സഹായിച്ചു.
മൊണാലി പറഞ്ഞു, സർ എനിക്ക് അവളെ അറിയില്ല. അവൾ എന്നോട് സമയം ചോദിച്ചു. ഞാൻ അവൾക്ക് സമയം പറഞ്ഞു കൊടുത്തു. പിന്നെ ഞാൻ അവളെ വാഷ്റൂമിൽ വെച്ചും കണ്ടിരുന്നു. എന്നാൽ ഞങ്ങൾ തമ്മിൽ സംസാരിച്ചില്ല. 3 പേരുടെയും മറുപടി കേട്ടുകൊണ്ടും ക്രൈം സീൻ നോക്കിക്കൊണ്ടും മെഹുൽ ഉടൻ തന്നെ മനസ്സിലാക്കി കൊലയാളി ആരാണെന്ന്. എങ്ങനെ? എന്താ നിങ്ങൾക്ക് പറയാമോ കൊലയാളി ആരാണെന്ന്? മൊണാലി കൈ റോഹൻ. കൈ നോക്കിയാണ് പറഞ്ഞാലും ഇങ്ങനെ നോക്കിയിട്ടുണ്ടായിരുന്നു. റോഹൻ, നമ്മള് റോഹൻ പറയണേ. മൊണാലി പറഞ്ഞു. മൊണാലിന്റെ റീസൺ പറ. ഓൾറെഡി അവളുടെ കയ്യിൽ വാച്ചില്ലേ പിന്നെന്തിനാ അവള് സമയം ചോദിച്ചത്? റോഹൻ എന്തായിരുന്നു? അത് വാച്ചല്ലേ? ഞാൻ ഉദ്ദേശിച്ച റോഹൻ ലെഫ്റ്റ് ഹാൻഡർ ആണ്. അപ്പൊ ലെഫ്റ്റ് സൈഡിൽ കുത്തിയാക്കുന്ന പോലെ എനിക്ക് തോന്നുന്നു. നോക്കട്ടെ. ഇതൊന്നും ബാറ്റ്സ്മാനാ? ഈ ചിത്രത്തിൽ സനിയുടെ കയ്യിൽ വാച്ച് കാണാം. പിന്നെ അവൾ എന്തിനാണ് മൊണാലിയോട് സമയം ചോദിക്കുന്നത്? ബ്രെയിൻ. ദിസ് ഈസ് ബ്രെയിൻ. ഇതിൽ ഏതാണ് വ്യത്യസ്തമായതെന്ന് ആലോചിക്കൂ. നിങ്ങളുടെ ഉത്തരങ്ങൾ പറഞ്ഞോ. ശരിയല്ലേ? ഈ എന്നേതാ ഈ ചേർക്ക് നോക്കിയിട്ടില്ല. അപ്പൊ നമുക്കല്ലേ പോയിന്റ്. എത്ര പെട്ടെന്ന് ഉത്തരം പറഞ്ഞേ. ഇൻസ്പെക്ടർ ഗൺപത് ഒരുപാട് നാളായി ഒരു കില്ലർ തിരയുകയാണ്. ഇന്നലെ അയാൾ സിസിനെ കൊലപ്പെടുത്തി. അന്വേഷിച്ച അവസാനം ഗൺപത് കില്ലറിന്റെ സങ്കേതം കണ്ടെത്തി. അവിടെ കില്ലർ ഇല്ലായിരുന്നു. എന്നാൽ ഭിത്തിയിൽ എന്തോ എഴുതിയിട്ടുണ്ട്. എന്തോ പാറ്റേൺസ് ആണ്. ഗൺപത്തിന് അത് മനസ്സിലായില്ല. അയാൾ ഉടൻ മെഹുലിനെ വിളിച്ചു വരുത്തി. മെഹുൽ ക്രൈം സീനിലെത്തി. പാറ്റേൺ ശ്രദ്ധിച്ചു നോക്കി. ഭിത്തിയിൽ 3 പെൺകുട്ടികളുടെ ഫോട്ടോസും കണ്ടെടുത്തു. മെഹുലിനെ ഉടനെ മനസ്സിലായി കൊല നടത്തുന്നതിന്റെ പാറ്റേൺ എന്താണെന്ന്. കൂടാതെ അടുത്ത ഇര ആരാണെന്ന്. എന്താ നിങ്ങൾക്ക് പറയാമോ? ആലോചിക്കൂ. നിങ്ങൾ പാടാണ് ടഫാണ്. അതെന്താ ഉത്തരം പറയണ്ട. അയ്യോ എടേ അതെ ലോല. ലോല പറഞ്ഞു. ഞാൻ പറയട്ടെ. പറയട്ടെ. ആദ്യത്തെ പേര് സിസ്, SIS, ABA. എ വെച്ച് എസിന് സ്റ്റാൻഡ് ചെയ്ത് എ, ഐന് സ്റ്റാൻഡ് ചെയ്ത് ബി, എസ്. അപ്പൊ സിസ് ABA, ABBA, ANNA. എ സ്റ്റാൻഡ് ചെയ്തത് എനെ, ബി സ്റ്റാൻഡ് ചെയ്തത് എന്നിനെ. ഇനി എല്ലാ ചാൻസും ചാർലിയാണ് ടീമില്. ലോലിന്റെ റീസൺ പറഞ്ഞിട്ട് പോയാൽ നമുക്ക് തോന്നി. പോയിന്റ് 9. സിസ് ആണ്. അടുത്ത പാറ്റേൺ ABBA ആണ്. 3 ഫോട്ടോസിൽ ഈ പാറ്റേൺ അന്നയുടെ പേരിലേതാണ്. അപ്പോൾ കില്ലറുടെ അടുത്ത ഇര ചാർലി. രമൺ ഒരു ആർക്കിയോളജിസ്റ്റ് ആണ്. കാട്ടിൽ മമ്മികളെ പറ്റി റിസർച്ച് നടത്തുകയാണ്. പെട്ടെന്ന് അവൻ തന്റെ മുന്നിൽ ഒരു പിരമിഡ് കണ്ടു. അവൻ ഓടി ആ പിരമിഡിന്റെ മുമ്പിലേക്ക് പോയി. പിരമിഡിന്റെ ഗേറ്റ് ലോക്ക്ഡ് ആണ്. അത് തുറക്കാൻ ഒരു കോഡ് വേണം. എന്താ നിങ്ങൾക്ക് ഈ ഡോർ നോക്കി പറയാമോ ഇത് തുറക്കാനുള്ള കോഡ് എന്താണെന്ന്? ആലോചിക്കൂ. നിങ്ങളുടെ ഉത്തരങ്ങൾ കമന്റ് ചെയ്യൂ. എല്ലാരും പൊക്കിണ്ടാ. പറ ഉത്തരം പറ. പോസ് ചെയ്യാം. പറ. 143. 043. ശരിയാണോ? ശരിയാണോ? തെറ്റാ? ഓക്കെ വെയിറ്റ് ഗൈസ്. അപ്പൊ എന്തായാലും ഈ ചോദ്യത്തിന്റെ ഉത്തരം നിങ്ങൾ കമന്റ് ചെയ്യാം. ഓക്കെ, കമന്റ് ബോക്സിൽ നമ്മൾ ഉണ്ടാവും. സോ ശരി ആരാന്നുള്ളത് നമുക്ക് നോക്കാം. സോ എന്തായാലും കമന്റ് ചെയ്യാം. അപ്പൊ എന്തായാലും ഗൈസ് ഇന്നത്തെ ഒരു പസിൽ അല്ല, ഒരു ബ്രെയിൻ ചാലഞ്ച് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു കിഡ്ലൻ ചാലഞ്ച് വീഡിയോ നമ്മൾ വരുന്നതായിരിക്കും. അതുവരെ